ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ മിക്സഡ് സ്കൂളാക്കി മാറ്റുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അനുമതി കാത്തുനിൽക്കേണ്ടതില്ലെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിസമ്മതിച്ചത് നിർണായകം. സ്കൂളിനെ മിക്സഡ് ആക്കാൻ മുനിസിപ്പാലിറ്റിയുടെ അനുമതി വേണമെന്ന സർക്കാർ സർക്കുലറിലെ വ്യവസ്ഥ ചോദ്യം ചെയ്ത് സ്കൂൾ അധികൃതർ തുടങ്ങിയ നിയമ പോരാട്ടത്തിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാന ഇടപെടൽ. ജസ്റ്റിസ് എ ബദറുദ്ദീൻ, ജസ്റ്റിസ് മുരളീകൃഷ്ണ എസ് എന്നിവരടങ്ങിയ വൊക്കേഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. 2026-27 അധ്യയന വർഷം മുതൽ ആൺകുട്ടികൾക്കും പ്രവേശനം നൽകാനുള്ള സ്കൂളിന്റെ തീരുമാനത്തിന് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി അനുമതി നൽകാതെ വൈകിപ്പിക്കുകയായിരുന്നു. ഇതിനെതിരെ സ്കൂൾ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചു. മിക്സഡ് സ്കൂളുകൾ എന്ന നയം നടപ്പിലാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി തേടണമെന്ന സർക്കാർ സർക്കുലർ നിയമപരമല്ലെന്നും വിദ്യാഭ്യാസ ചട്ടങ്ങൾ പ്രകാരം വിദ്യാഭ്യാസ ഡയറക്ടറാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നും സ്കൂൾ വാദിച്ചു. ഹർജി പരിഗണിച്ച സിംഗിൾ ബെഞ്ച് ജഡ്ജി ജസ്റ്റിസ് കെ വി ജയകുമാർ ആൺകുട്ടികൾക്ക് പ്രവേശനം നൽകാൻ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അനുമതി എന്തിനെന്ന് രൂക്ഷമായി ചോദിച്ചു. മുനിസിപ്പാലിറ്റി 3 ദിവസത്തിനകം തീരുമാനം എടുക്കണമെന്നും അല്ലാത്തപക്ഷം സ്കൂളിന് ആൺകുട്ടികൾക്ക് പ്രവേശനം നൽകുന്നതുമായി മുന്നോട്ടു പോകാമെന്നും ഏപ്രിൽ 28-ന് ഉത്തരവിട്ടു. മിക്സഡ് സ്കൂളുകൾ എന്നത് സർക്കാരിന്റെ തന്നെ നയമാണെന്നിരിക്കെ വ്യക്തമായ നടപടിക്രമങ്ങളില്ലാതെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകുന്നത് ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്ക് വഴിമാറുമെന്ന് കോടതി നിരീക്ഷിച്ചു. എന്നാൽ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ പ്രദേശത്തെ മറ്റൊരു എയ്ഡഡ് സ്കൂൾ മാനേജരായ KA മുഹമ്മദ് അഷ്റഫ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. തന്റെ ഭാഗം കേൾക്കാതെയാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടതെന്നും മിക്സഡ് സ്കൂൾ ആക്കുന്നത് ചട്ടവിരുദ്ധമാണെന്നുമാണ് അപ്പീൽ നൽകിയ ഹർജിക്കാരന്റെ വാദം. എന്നാൽ ഈ വാദം കണക്കിലെടുത്ത് സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഡിവിഷൻ ബെഞ്ച് തയ്യാറായില്ല. സ്കൂളിലെ പ്രവേശന നടപടികളുമായി അധികൃതർക്ക് മുന്നോട്ടു പോകാമെങ്കിലും അപ്പീലിലെ അന്തിമ വിധിക്ക് വിധേയമായിരിക്കും ഈ പ്രവേശനങ്ങൾ എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ച് പഠിപ്പിക്കുകയെന്ന സാമൂഹിക മാറ്റത്തിന് തടസ്സം നിൽക്കുന്ന നടപടികളിൽ ഹൈക്കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട നടക്കലിൽ MET ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ വിദ്യാലയം പ്രവർത്തിക്കുന്നത്. കേസ് കൂടുതൽ വാദം കേൾക്കുന്നതിനായി മെയ് 21-ലേക്ക് മാറ്റി. സ്കൂളിന് വേണ്ടി അഡ്വക്കേറ്റുമാരായ CS അജിത് പ്രകാശ്, ആൻസി തങ്കച്ചൻ, സഹല ഫാത്തിമ എന്നിവർ ഹാജരായി. വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റം ലക്ഷ്യമിടുന്ന ഈ സ്കൂളിന്റെ തീരുമാനം നടപ്പിലായാൽ വരും വർഷങ്ങളിൽ സംസ്ഥാനത്തെ കൂടുതൽ ഏകലിംഗ വിദ്യാലയങ്ങൾ മിക്സഡ് സ്കൂളുകളായി മാറാൻ ഇത് പ്രചോദനമാകും.